അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പക്ഷേ പലരും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. റമളാനിലൂടെ നേടിയെടുക്കേണ്ടുന്ന തഖ്വയെക്കുറിച്ചും അതേപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നാം പറയാറുണ്ടെങ്കിലും റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാപ്പകലുകൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുന്നു എന്നുള്ളതാണ്. സമയം വ്യർത്ഥമായി അനാവശ്യമായി നാം പാഴാക്കി കളയുന്നില്ല എന്നതാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇബാദത്താണ്, ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതാണ്. ഓരോ സന്ദർഭവും നിമിഷങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇത് റമളാനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഫജ്ർ മുതൽ മഗ്രിബ് വരെയാണ് സിയാം. താൻ പാഴാക്കുന്നില്ല എന്ന് മനുഷ്യന് ഉറപ്പ് പറയാൻ പറ്റുന്ന പകലുകൾ നോമ്പിൻ്റെ പകലുകളാണ്. അത് റമളാനാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. നമസ്കാരമാണെങ്കിൽ ആ വ്യക്തി ഇബാദത്തിലാണ് എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഈ 5 വക്ത്. അത് കഴിഞ്ഞാലോ അയാൾ ഇബാദത്തിലല്ല. വേറെ ഏതൊരു ദിക്റും അത് കഴിഞ്ഞാൽ അയാൾ ഇബാദത്തിലല്ല. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ കാമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂർ ഖുർആൻ ഓതുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇബാദത്തിൽ നിന്ന് നമ്മൾ വിരമിച്ചു. പക്ഷേ നോമ്പിൻ്റെ പ്രത്യേകത ഫജ്റിന് തുടങ്ങിയാൽ പിന്നെ ആ വ്യക്തി മഗ്രിബ് വരെ ഇബാദത്തിലാണ്. പകൽ മുഴുവൻ എന്ന് പറയാം, പകൽ മുഴുവൻ. പിന്നെ റമളാനിൻ്റെ രാത്രികളോ തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ എന്ന് മാത്രമല്ല, ഒരു ശരാശരി മുസ്ലിം റമളാനിൻ്റെ രാത്രികൾ ഖുർആൻ ഓതാൻ വേണ്ടിയും ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടിയും മറ്റു സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തും. കുറച്ചു മാത്രമേ അവർ ഉറങ്ങുകയുള്ളൂ. ഇങ്ങനെ രാവും പകലും ഇബാദത്തുകൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന അതിബൃഹത്തായ ഒരു ശിക്ഷണം റമളാനിലൂടെ, നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സമയത്തെ എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന പാഠം പരിശുദ്ധ റമളാൻ മാസം നമുക്ക് നൽകുന്നുണ്ട്. റമളാനിന് ശേഷവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലക്ക് നമ്മുടെ രാവുകളെയും നമ്മുടെ പകലുകളെയും ആരാധനകളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. സമയം വളരെ വിലപ്പെട്ടതാണ്, ആയുസ് വളരെ വിലപ്പെട്ടതാണ്. മരണാനന്തര ജീവിതത്തിൽ ഒരിക്കലും മരണമില്ലാത്തൊരു ലോകത്ത് നമ്മൾ വിജയികളാണോ പരാജയപ്പെട്ടവരാണോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത സന്ദർഭങ്ങളെ സത്യം ചെയ്ത് പറയുന്നത് കാണാം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ ആശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അവിടെ ഫജ്റിനെ പറയുന്നത് കാണാം. ഫജ്ർ കഴിഞ്ഞാൽ വദ്ദുഹ, ളുഹയുടെ സമയമാണ്. വല്ലൈലി ഇദാ സജ, പിന്നെ രാത്രിയെക്കുറിച്ച് പറയുന്നു. മറ്റൊരു അധ്യായത്തിൽ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ, പകലിനെക്കുറിച്ച് പറയുന്നു, രാത്രിയെക്കുറിച്ച് പറയുന്നു. വലാസുർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് പറയുന്നു.
സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം തസ്ബീഹിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. നോക്കൂ, ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൂര്യോദയം എന്നുള്ളത് ആ ഉദിച്ചു വരുന്ന കാഴ്ച മാത്രമല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അദ്കാറുകൾ, അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തു. വഖബ്ല ഗുറൂബിഹ, നോക്കൂ, സൂര്യൻ അസ്തമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനു മുമ്പുള്ള സമയം തസ്ബീഹിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. അപ്പോൾ ഫജ്ർ പറഞ്ഞു, ളുഹ പറഞ്ഞു, സൂര്യോദയത്തിന് മുമ്പുള്ള സമയം പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും അവസാനിപ്പിക്കല്ലേ, വമിൻ ആനാഇൽ ലൈൽ, രാത്രിയിലെ ആനാകൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ, രാത്രിയെ വ്യത്യസ്ത യാമങ്ങളാക്കി തിരിച്ചിട്ട് അതിൻ്റെ ആദ്യ വക്ത്, അതിൻ്റെ മധ്യത്തിലുള്ള വക്ത്, അതിൻ്റെ ആഖിർ വക്ത് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തും. വ അത്റാഫൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളും ശ്രദ്ധിക്കണം. പകലിൻ്റെ തൊറഫുകൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ചില ഉലമാക്കൾ പറഞ്ഞു രാവിലെയും വൈകുന്നേരവുമാണ് ഉദ്ദേശം, ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവുമാണ് ഉദ്ദേശം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു പകലിനെ രണ്ടാക്കിയാൽ ളുഹർ വരെ, പിന്നെ ളുഹർ മുതൽ മഗ്രിബ് വരെ. ഇങ്ങനെ നിങ്ങൾ പകലുകളെ വേർതിരിച്ച് ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തൂ. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ലഅല്ലക തർളാ, നിങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്, നബിയെ താങ്കൾ തൃപ്തിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റിളുവാൻ ലഭിക്കുകയും തൃപ്തികരമായ ഒരു റിസൾട്ട് കിട്ടിയിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യും ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ. അഥവാ തൃപ്തികരമായൊരു ജീവിതം സ്വർഗ്ഗലോകത്ത് അവർക്കുണ്ടാകും, സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കുള്ളതാണ്. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുബയോടടുത്ത സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. നോക്കൂ, രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങി, എന്നിട്ട് ഉറക്കമൊഴിഞ്ഞ് അവസാനം ക്ഷീണിച്ച് പിന്നെ കിടന്നുറങ്ങി ഫജ്ർ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല അള്ളാഹു പറയുന്നത്. ഉറക്കമൊഴിഞ്ഞു, പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ ഇസ്തിഗ്ഫാറാണ് ഫജ്ർ വരെ, ബാങ്ക് കൊടുക്കുന്നത് വരെ ഇസ്തിഗ്ഫാർ. നോക്കൂ, ആരാധനയിലാണ് രാത്രിയും, പകല് പോലെ തന്നെ രാത്രിയും ഉപയോഗപ്പെടുത്തുന്നു. കുറഞ്ഞ സമയം ഒഴികെ ആരാധനകളിൽ മുഴുകുന്ന ആളുകൾ. സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധി, അവൻ പരിശുദ്ധനാണ്, അല്ലെങ്കിൽ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. എപ്പോൾ? ഹീന തുംസൂൻ, വൈകുന്നേരമായാൽ, വഹീന തുസ്ബിഹൂൻ, രാവിലെ ആയാലും തസ്ബീഹുകൾ ചെയ്യുക. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്, അവനാകുന്നു ഹംദ് ആകാശങ്ങളിലും ഭൂമിയിലും. വഅശിയൻ, ഇശാഇൻ്റെ സമയം. അശി എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനും അശി എന്ന് പറയും, മഗ്രിബ് കഴിഞ്ഞ ഉടനെയുള്ള സമയത്തിനും പറയും. മഗ്രിബ് കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് അസ്തമയ ശോഭ മാഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഇശാഇൻ്റെ സമയത്തിനും പറയും. വഅശിയൻ, ഇശാൻ്റെ സമയത്തും. ഇനി ഈ രണ്ടറ്റങ്ങളും പറഞ്ഞു, മഗ്രിബ് പറഞ്ഞു, ഇശാ പറഞ്ഞു. അപ്പോൾ ളുഹർ എവിടെയെന്ന് ചിന്തിക്കേണ്ട, വഹീന തുദ്ഹിറൂൻ, ളുഹറിൻ്റെ സമയത്തും. അപ്പോൾ പകലുകളെയും രാത്രിയെയും വിഭജിച്ച് അതിലെ ഓരോ സന്ദർഭങ്ങളെയും തസ്ബീഹിന് വേണ്ടി, തഹ്മീദിന് വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി, മറ്റ് ദിക്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, സന്ദർഭങ്ങളെ, സമയങ്ങളെ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ആരാധനകളിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന, നമുക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെയും ഇബാദത്തിനെയും സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുക. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബാദത്തുൻ ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. കൂട്ടക്കൊല നടക്കുന്ന കാലഘട്ടത്തിൽ, ഹർജ് എന്ന് പറഞ്ഞാൽ അൽ ഖത്ലു, അൽ ഖത്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ഹർജ് എന്ന് ചോദിച്ചു. അൽ ഖത്ലു, അൽ ഖത്ലു, കൊലകൾ, യുദ്ധങ്ങളിലും മറ്റും കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഫിത്ന നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇബാദത്തിൽ മുഴുകുക, അത് എന്നിലേക്കുള്ള ഹിജറ പോലെയാണ് എന്ന് പറഞ്ഞാൽ, ചുറ്റിലും നടക്കുന്നത് നിങ്ങളെ ആരാധനകളിൽ നിന്ന് തടയാതിരിക്കട്ടെ, പതിവായി ചൊല്ലുന്ന ദിക്റുകളിൽ നിന്ന് തടയാതിരിക്കട്ടെ. മനസ്സ് സങ്കടം കൊണ്ട് നിറയാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനായ വ്യക്തിത്വമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ഖാദിയായി നിശ്ചയിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള ആളാണ്, പക്ഷേ നബിയെ കാണാൻ പറ്റിയിട്ടില്ല. ഷുറൈഹുൽ ഖാദി എന്നറിയപ്പെടുന്ന മഹാനായ വ്യക്തിത്വം, അദ്ദേഹം ഇദാ ജാഅത്തിൽ ഫിതൻ, പരീക്ഷണങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ വന്നാൽ ലാ യസ്തഖ്ബിർ വലാ യുഖ്ബിർ, അദ്ദേഹം ന്യൂസൊന്നും കേൾക്കൂല, ഒരു ന്യൂസ് കിട്ടിയ ആരോടും പറയാറുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്ന. ന്യൂസ് കേൾക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ന്യൂസുകൾ കേൾക്കുന്തോറും വിഷമമാണ്, സങ്കടമാണ്, മനസ്സിൽ ചിന്തകളാണ്, ആവലാതിയാണ്, ദിക്റിൽ ശ്രദ്ധയില്ല, നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, ഖുർആനിൻ്റെ ഖിറാഅത്തിൽ ശ്രദ്ധയില്ല. മാത്രമല്ല തെറ്റായ അഖീദകളിലേക്കോ തെറ്റായ മൻഹജുകളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. പറയാൻ പാടില്ലാത്തത് പറയുന്നിടത്തേക്കും, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കുന്നിടത്തേക്കും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് പിഴച്ച കക്ഷികളുടെ മൻഹജിലേക്കും ഒക്കെ തെറ്റിപ്പോവാൻ ഇത് കാരണമായി തീരും. എത്രയെത്ര ആളുകളാണ് ഫിത്നയുടെ സന്ദർഭത്തിൽ അവർ മൻഹജിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അഹ്ലുസുന്നയുടെ ആളുകളാണെന്ന് കരുതുന്നവർ വലാലത്തിൻ്റെ, ബിദ്അത്തിൻ്റെ വലിയ വലിയ അപകടം പിടിച്ച മൻഹജിൻ്റെ ആളുകളുടെ വക്താക്കളായി അവർക്ക് വേണ്ടി വാദിക്കുന്നവരായി മാറുന്നു. ലാ തസ്തഖ്ബിർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് അധികം ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ വലാ തുഖ്ബിർ, ആരെ അറിയിക്കണ്ട. 9 സിനീൻ എന്ന് പറഞ്ഞു, 9 വർഷം വീട്ടിലിരുന്നു. 9 മണിക്കൂറല്ല, 9 ദിവസമല്ല, 9 ആഴ്ചയല്ല, 9 മാസമല്ല, 9 വർഷം വീട്ടിൽ തന്നെ. അത്യാവശ്യത്തിന് പുറത്തിറങ്ങും, അത് കഴിഞ്ഞാൽ വീട്, ബസ്. ഫിത്ന തന്നെ ബാധിക്കരുത്, ഞാൻ മറ്റൊരാൾക്ക് ഫിത്നയാവരുത്. എൻ്റെ ആരാധനകളെ ബാധിക്കരുത്, എൻ്റെ ഹൃദയത്തിൻ്റെ ആ പരിപാവനമായ അവസ്ഥയെ ബാധിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. നബിയെ എന്ത് ചെയ്യണം? ഇൽസം ബൈതക്, വീട്ടിൽ ഒട്ടിപ്പിടിച്ച് ഇരുന്നോ എന്നാണ്, വീട്ടിലിരുന്നോ. അതാണ് ഖൈറൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. എന്താണത്? ഇബാദത്തുകളാണ്, ദിക്റുകളാണ്, ഖുർആനിൻ്റെ ഖിറാഅത്താണ്, അതേപോലുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി സമയത്ത് ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ മരണം വരുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഖേദം സമയത്തെ വിനിയോഗിച്ചില്ല എന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. മരണമാസന്നമാകുമ്പോൾ മനുഷ്യൻ പറയുന്നത് സമയത്തെ വിനിയോഗിച്ചില്ല എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 99 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി റജിഉൻ. അവരിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ അവർ പറയും, അല്ലാഹുവേ ഞങ്ങളെ കുറച്ചുകൂടി ആയുസ് നീട്ടിത്തരണേ എന്ന് പറയും. എന്തിനാണത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ചാൻസ് കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. പക്ഷെ ഒരു ചാൻസ് കൂടി തന്നാൽ ഞാൻ അമലുകൾ ചെയ്യാം. നോക്കൂ, ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തി, സമയം ഞാൻ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. അതവൻ പറയുന്ന വെറുതെയുള്ളൊരു വെറും വർത്തമാനമാണ്. വീണ്ടും അവസരം കിട്ടിയാൽ പിന്നെയും സമയം പാഴാക്കും, പിന്നെയും സൽക്കർമ്മം ചെയ്യാതിരിക്കും. ഇപ്പോൾ കുടുങ്ങിയപ്പോൾ പറയുന്നതാണ്, പക്ഷേ അവൻ്റെ അസ്ലിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും അത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തു അസ്-സുമറിൽ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന്, നിങ്ങളറിയാതെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അത്രയും കാലം ഉണ്ടായിരുന്ന ഒരവസ്ഥക്ക് ക്ഷണനേരം കൊണ്ടാണ് മാറ്റമുണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ തന്നെയായിരിക്കും ഖിയാമത്ത് നാളും. ഖിയാമത്ത് നാളും മനുഷ്യനും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരിക എന്നാണ് ഖുർആനിലുമുള്ളത്, ഹദീസുകളിലുമുള്ളത്. അല്ലാതെ കാത്തിരുന്ന അതാ വന്നു, അങ്ങനെയല്ല. ഒരു മനുഷ്യനും അങ്ങനെ ഒന്ന് ഇപ്പോൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാർക്കറ്റിൽ നിന്ന് സൂക്കിൽ കയറിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഹദീസിലുള്ളതാണ് കൃത്യമായി. മനുഷ്യൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, ഇവിടെ ഒന്നുമില്ല. അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേ ഒരു ഘോര ശബ്ദം അവർ കേൾക്കുന്നതാണ്. മനുഷ്യൻ ഇറങ്ങി നോക്കും, അപ്പോഴതാ കിടുകിടാ ഭൂമി വിറയ്ക്കുന്നു. വഖാലൽ ഇൻസാനു മാലഹ, എന്തു പറ്റി? എല്ലാവരും ചോദിക്കുകയാണ്, എന്തു പറ്റി? ബഗ്തതൻ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ മാറി മറയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ മാറി മറയുന്നതിന് മുമ്പുള്ള സെക്കൻഡുകളും ദിവസങ്ങളും ഉപയോഗപ്പെടുത്തണം. എന്തിനാ? അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത
അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ്സാഖിരീൻ. ഓരോ മനുഷ്യനും ആ സമയത്ത് പറഞ്ഞു പോകും, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, പടച്ച റബ്ബിൻ്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, ഒരുപാട് അവസരങ്ങൾ ഞാൻ പാഴാക്കിയല്ലോ, എൻ്റെ അമലും ശ്രദ്ധയും മുഴുവൻ വേറെ കാര്യങ്ങളിലായിരുന്നല്ലോ. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 63-ാമത്തെ ആയത്ത്, ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചും അള്ളാഹു പിടികൂടുന്നതിനെക്കുറിച്ചും പലരും അശ്രദ്ധരാണ്, ശ്രദ്ധിക്കുന്നേയില്ല. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്. എന്നാൽ അവർ വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ ഉപകാരപ്പെടാത്ത കാര്യമാണ്, ഈ ദുനിയാവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഹും ലഹാ ആമിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ക്ഷീണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ഇരിക്കുന്നുമല്ല, പണിയെടുക്കുന്നുണ്ട്, പക്ഷേ ലക്ഷ്യസ്ഥാനം നേടിത്തരുന്ന അമലുകളല്ല, റിസൾട്ട് കിട്ടുന്ന അമലുകളല്ല, സ്വർഗപ്രവേശനം ഉറപ്പുവരുത്തുന്ന അമലുകളല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാകമാകുന്ന അമലുകളുമല്ല. ദുനിയാവിന് വേണ്ടിയാണ് അമലുകൾ മുഴുവൻ. പരലോകത്തെക്കുറിച്ച് അവർക്ക് വളരെ കുറഞ്ഞ ശ്രദ്ധ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നിഅമതാൻ, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ്. മനുഷ്യരിൽ അധികം ആളുകളും ഈ 2 കാര്യങ്ങളിൽ കച്ചവടത്തിൽ നഷ്ടം വരുത്തിയവരാണ്. ഗബ്ന് എന്ന് പറഞ്ഞാൽ ലാഭമുണ്ടാക്കാവുന്ന ഒരു കച്ചവടത്തെ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തുന്നതിനാണത് പറയുന്നത്. അങ്ങനെ ലാഭമുണ്ടാക്കാവുന്ന 2 സന്ദർഭമാണ് ഈ ഹദീസിൽ വന്നത്. ഒന്ന് അസ്സിഹ, ആരോഗ്യം. ലാഭകരമായ ഒരു കച്ചവടത്തിനുള്ള മൂലധനമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം ഏറ്റവും വലിയൊരു മൂലധനമാണ്. എന്തിന്? സ്വർഗം കിട്ടാൻ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ ഫറാഗ്, ഒഴിവ് സമയം. ഒഴിവ് സമയം എന്നുള്ളത് ലാഭകരമാക്കി തീർക്കാൻ പറ്റുന്നൊരു സംഭവമാണത്. പക്ഷേ പലരും ഇതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നില്ല. ഒഴിവുണ്ടെന്ന് ഡ്യൂട്ടി ഇല്ല, അപ്പം എന്താ ചെയ്യുന്നത്? മറ്റ് വിനോദങ്ങൾക്ക് വേണ്ടി അത് ആ ദിവസം എങ്ങനെ ചെലവഴിക്കാമെന്നാണ് ഞാനും നിങ്ങളും അടക്കം ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ ഇന്നെനിക്ക് ഒഴിവ് ദിവസമാണ്, ഇന്ന് കുറച്ച് ഖുർആൻ ഓതണം, കുറേ ദിവസമായി തഫ്സീറൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇന്ന് തഫ്സീറുകൾ വായിക്കണം, കുറേ ദിവസമായി 100 തവണ ചൊല്ലേണ്ട ദിക്ർ എനിക്ക് ഒരുപാട് ദിവസമായി ചെല്ലാൻ പറ്റിയിട്ടില്ല, ഇന്ന് ഒഴിവ് ദിവസമാണ്, അപ്പം 100 തവണ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഇന്ന് ചൊല്ലണം, കുറേ ദുആ ചെയ്യാനുണ്ട്, പലതും തിരക്ക് കൊണ്ട് ദുആ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല, ഇന്നെനിക്ക് കുറേ ദുആ ചെയ്യണം. എൻ്റെ എന്നെന്ന കുടുംബങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ദിവസമായി സന്ദർശിച്ചിട്ട് ആ കുടുംബക്കാരെയൊക്കെ ഒന്ന് പോയി കാണണം. ദഅവാ പ്രവർത്തനങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ജോലി തിരക്കുകൊണ്ട്. ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾ. മറിച്ച് ഒഴിവ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഉപകാരം ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചിലവഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന് ശരിക്കും ഖേദിക്കും ഖിയാമത്ത് നാളിൽ നിന്നാണ്. ആരോഗ്യം ഉപയോഗപ്പെടുത്താത്തത്, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താത്തത് ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ഖേദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, ഇന്നമാ അൻത അയ്യാം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക്, ഒരു ദിവസം തീരുമ്പോൾ നിന്നിൽ നിന്നാണ് കുറയുന്നത്. വലിയ വാക്കാണത്. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മിൽ നിന്ന് നമ്മുടെ ആയുസ്സാണ് കുറഞ്ഞു പോകുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. വല്ലാത്ത വാക്കാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ കുറച്ചേ ഉള്ളൂ, ആ കുറച്ചായ ലോകത്തിൽ നിന്ന് എനിക്കുറച്ചേ ഉള്ളൂ. കാരണം നമ്മൾ അവസാന ഉമ്മത്താണ്. ആ കുറച്ചുള്ള നമുക്ക് കിട്ടിയതിൽ നിന്ന് ഇനി നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് എത്രയേ ഉള്ളൂ? അതും കുറച്ചേ ഉള്ളൂ. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ കുറവാണ്. ഈ ദുനിയാവിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടിയ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പൂർവികർക്കുള്ളതുപോലെ കിട്ടിയിട്ടില്ല. അവർക്ക് 1000 വർഷമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് 60-70 ഒക്കെ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ ഏകദേശം നമ്മിൽ മഹാഭൂരിപക്ഷത്തിനും 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു. ഇനി 10-15 കൊല്ലമേ അള്ളാഹു ആയുസ് നീട്ടിയാൽ തന്നെ ഉള്ളൂ. അതിനു മുമ്പും മരണം സംഭവിച്ചേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്നാണിത് കുറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതിനോട് ചേർത്ത് അദ്ദേഹം പറയാണ്, അദ്റക്തു അഖ്വാമൻ, ഞാൻ സഹാബികളെ കണ്ടിട്ടുള്ളത് കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും, ദിർഹമിനും ദീനാറിനും നിങ്ങൾ നൽകുന്നതിനേക്കാൾ പ്രാധാന്യം സമയത്തിന് നൽകിയവരായിരുന്നു സഹാബികൾ. സഹാബികൾ ദീനാറിനും ദിർഹമിനുമല്ല പ്രാധാന്യം നൽകിയത്, വഖ്ത്, ടൈം.
കാരണം ആ ടൈം എന്ന് പറഞ്ഞാൽ മൂലധനമാണ്, ലാഭമുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ആ സമയത്തെ നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളത് സൂര്യൻ അസ്തമിച്ച ആ ദിവസത്തെ ഓർത്താണ്. അന്നെൻ്റെ അജലിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞുപോയി, എന്നാൽ അമലിൽ നിന്ന് പുതുതായൊന്നും ചെയ്യാനും പറ്റിയില്ല, പുതിയൊരമലും ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ആയുസ് പോവുകയും ചെയ്തു. അതിനേക്കാൾ സങ്കടമുള്ളൊരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുറ്റിലും ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, സ്വാഭാവികമായും നമ്മുടെ സബറിൻ്റെ, നമ്മുടെ ക്ഷമയുടെ, നമ്മുടെ ഇൽമിൻ്റെ, നമ്മുടെ ഹിക്മത്തിൻ്റെ അഭാവം അനുസരിച്ച് നാം ഇതിലൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയും സമൂഹത്തിൻ്റെ കൂടെ തന്നെ നമ്മളും ചേർന്ന് പോവുകയും ചുറ്റിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ സാരമായി ബാധിക്കുകയും പലപ്പോഴും ആരാധനകളിൽ നിന്നും അറിവ് നേടുന്നതിൽ നിന്നും ശരിയായ നിലപാടുകൾ പറയുന്നതിൽ നിന്നുമൊക്കെ അത് നമ്മെ തടയുകയും ചെയ്യുന്നു. അറിയുക, ഇബ്ലീസ് ഏറ്റവും അധികം മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ഫിത്നയുടെ കാലഘട്ടത്തിലാണ് എന്നാണ്. ഉലമാക്കൾ പറയാണ്, മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലമായി ദുർബലമാകുന്നത് എവിടെയാണോ അവിടേക്ക് ഇബ്ലീസ് അടിച്ചു കയറും. അതുകൊണ്ടാണ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസിൻ്റെ വസ്വാസിൽ നിന്നാണ്. അഥവാ മനുഷ്യൻ്റെ മനസ്സ് വസ്വാസിൽ അകപ്പെടുന്ന സന്ദർഭം എപ്പോഴാണോ അവിടെ ഇബ്ലീസ് വലിയ റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈത്താൻ നമ്മളിൽ ഇടപെടാതിരിക്കട്ടെ, നമ്മുടെ മനഹജിനെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നമ്മുടെ സമയങ്ങളെ പാഴാക്കുന്നതിലേക്ക് നമ്മെ നയിക്കാതിരിക്കട്ടെ, ഇബാദത്തുകളിൽ നിന്ന് നമ്മെ തടയാതിരിക്കട്ടെ. ഉൾക്കാഴ്ചയുള്ള മുസ്ലിമീങ്ങളായി തീരുക, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പരമാവധി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അർത്ഥം മനസ്സിലാക്കുവാനുമൊക്കെ നമ്മൾ ശ്രമിക്കുക. പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക, അല്ലാത്തവരുടെ വാക്കുകളെ അവഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.